പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. രാവിലെ 6 മണി മുതൽ 9 മണി വരെ നമ്മുടെ രക്തം സാന്ദ്രത കൂടിയ, കൊഴുപ്പ് കൂടിയ, കട്ടി കൂടിയ ഒരവസ്ഥയിലായിരിക്കും. ആ പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം ഇപ്പോൾ നീങ്ങുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ തുടർന്നുള്ള ഭാഗം കൂടെ കിട്ടുന്നതിനായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതെത്തിക്കാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ കരൾ പുറപ്പെടുവിക്കുന്ന ഒരു പ്രോട്ടീനുണ്ട്. അത് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ 1 എന്നതാണ്. PAI-1 എന്നും പറയും. നമ്മുടെ രക്തം പല കാരണങ്ങളാലും കട്ടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. രക്തത്തിലുള്ള പശിമയുടെ പ്ലേറ്റ്ലെറ്റുകളാണ് അതിന് കൂടുതൽ ഇടയാക്കുന്നത്. അതോടൊപ്പം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന, ഇടയാക്കുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അത് ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്, പാനീയങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട്. ആധുനികമായ പാനീയങ്ങളും ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് പറയുകയും വേണ്ട. മരുന്നുകൾ, വാക്സിനുകളുണ്ട്, വിചാരങ്ങളുണ്ട്. വെള്ളം കൂടി മര്യാദക്കില്ലാത്തത് കൊണ്ട് വെള്ളമെന്നുള്ള പേരിൽ മറ്റു വെള്ളങ്ങൾ, വെള്ളമല്ലാത്ത ആധുനിക പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരളിൽ നിന്നിറങ്ങുന്ന ഈ PAI-1 എന്ന് പറയുന്ന ഇൻഹിബിറ്റർ ക്ലോട്ടിനെ അലിയിച്ച് കളയാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ കുറയ്ക്കുന്നതാണ്. അത് ഈ രാവിലെയുള്ള സമയത്താണ് കരളിൽ നിന്ന് കൂടുതലായി ഇറങ്ങുന്നത്. അതുകൊണ്ട് രാവിലെ ക്ലോട്ട് രൂപപ്പെടാനും അത് അലിയിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറഞ്ഞിരിക്കാനും ഇടയാക്കുന്നുണ്ട്. ഇതുകൂടിയാണ് രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്ത് ഹാർട്ട് അറ്റാക്കുകൾ കൂടാനും, സ്ട്രോക്ക് കൂടാനും, ത്രോംബോസിസ് കൂടാനും ഒക്കെ ഇടയാകുന്നത്. അതുകൊണ്ട് രാത്രി കട്ടിയായ ആഹാരം കഴിക്കാതിരിക്കാനും, കട്ടിയായ ആഹാരം കഴിച്ചാൽ തന്നെ അത് ആവുന്നത്ര നേരത്തെ കഴിച്ച് ദഹന പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കാൻ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിനൊരു സമയം ആവശ്യമാണ്. ദഹനരസങ്ങളുമായിട്ട് ആമാശയത്തിൽ പചനം നടക്കുന്നതിനിടയിൽ വെള്ളം ചെല്ലുന്നത് നല്ലതല്ല. അത് ദഹന പ്രക്രിയയിൽ തടസ്സമുണ്ടാക്കും. ഡൈജസ്റ്റീവ് ജ്യൂസുകളെ നിർവീര്യമാക്കും, നേർപ്പിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ നിശ്ചിത സമയം ആമാശയത്തിന് ആഹാരത്തെ ശരിയായി കുഴയ്ക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ചെറുകുടലിലേക്ക് മാറും. ആ ഒരു സമയത്താണ് കുറച്ചൊക്കെ ശരീരത്തിനൊരു ആശ്വാസം വരുന്നത്. ദഹന ജോലി എന്ന് പറഞ്ഞാൽ വളരെ ആയാസമുള്ള നിരവധിയായ ഡൈജസ്റ്റീവ് ജ്യൂസസുകൾ, ദഹനരസങ്ങൾ ഉണ്ടാക്കേണ്ട ഒരവസ്ഥയുണ്ട്. ആ പ്രക്രിയയിൽ വിരുദ്ധാഹാരങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില ആഹാരങ്ങളിൽ ചില ദഹനരസങ്ങൾ ചേർന്നില്ല എന്ന് വരാം. അപ്പോൾ അതിനെ നിർവീര്യമാക്കാൻ, അല്ലെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയാൻ, അതുമല്ലെങ്കിൽ വയറിളക്കി തന്നെ കളയാനൊക്കെയുള്ള തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ആഹാരം കഴിച്ചാലും ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ സമയം വളരെ നിർണായകമാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രകൃതി ചികിത്സകർ രാത്രി ഭക്ഷണം ആവുന്നത്ര നേരത്തെ ആക്കണം? 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ 6 മണി 7 മണിക്കുള്ളിൽ നടന്നിരുന്നൊരു കാര്യമാണ്. അതിന്ന് ഇലക്ട്രിക് ലൈറ്റിൻ്റെ, വൈദ്യുത ബൾബുകളുടെ സൗകര്യം കൊണ്ട് നീട്ടി 10 മണിയും 11 മണിയും 12 മണിയും ഒക്കെയായി മാറിയിട്ടുണ്ട്. അത്താഴം കഴിക്കാതെ കിടന്നാൽ എന്തൊരു ആപത്താണ് എന്നൊരു തെറ്റിദ്ധാരണ നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ട്.
പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾക്ക്. എൻ്റെ അമ്മൂമ്മയെല്ലാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത്താഴപ്പട്ടിണി കിടക്കരുത്. അത്താഴപ്പട്ടിണി കിടക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് തന്നെ കേടാണ്. പട്ടിണിയായിരുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ മനുഷ്യർക്കുണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാലിപ്പോൾ ആധുനിക ഗവേഷണങ്ങൾ തന്നെ പറയുന്നത്, അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അന്തിപ്പട്ടിണി ഏറ്റവും നല്ലതാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ലോകമത് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാത്രിയിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ അത്താഴം അരവയറ്, അത്താഴമുണ്ടാൽ അരക്കാതം നടക്കണം. അതുകൊണ്ട് ഏറ്റവും കുറച്ച് ഭക്ഷണം രാത്രി കഴിക്കുക, എളുപ്പത്തിൽ ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു കരിക്കും വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ 5 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയിൽ ആമാശയത്തിൽ നിന്നത് ചെറുകുടലിലേക്ക് മാറി ശരീരം സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ദഹിപ്പിക്കാനുള്ള എഫർട്ട്, അധ്വാനം വളരെ കുറവ്. ദഹിപ്പിക്കാൻ വേണ്ടി ഊർജം ചിലവാക്കേണ്ടത് വളരെ കുറവ്. കുറഞ്ഞ ഊർജത്തിൽ കരിക്കും വെള്ളം ദഹിപ്പിച്ചാൽ, പഴങ്ങൾ ദഹിപ്പിച്ചാൽ വളരെ കൂടുതൽ മൂല്യം, ഊർജം, പോഷകങ്ങൾ, മിനറൽസൊക്കെയാണ് കിട്ടുന്നത്. ഒരു ഊണ് ദഹിപ്പിക്കാൻ എത്രയോ പരിശ്രമം നടത്തണം, സമയം ആവശ്യമാണ്. 2.5-3 മണിക്കൂർ ആമാശയത്തിൽ, പിന്നെ അത്രയും സമയം തന്നെ ചെറുകുടലിൽ. അത് കഴിഞ്ഞാൽ കിട്ടുന്ന, ശരീരത്തിന് കിട്ടുന്ന പോഷകങ്ങളുടെ, ഊർജത്തിൻ്റെ എത്രയോ കൂടുതലാണ് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന കരിക്കും വെള്ളം, ഫ്രൂട്ട് ജ്യൂസ്, അവയിൽ നിന്നെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കഴിയുന്നത്ര നിങ്ങൾ പഴങ്ങൾ കഴിക്കുക, കരിക്കിൻ വെള്ളം കുടിക്കുക, ഫ്രൂട്ട് ജ്യൂസൊക്കെ ആയിട്ട് ഈ ഒരു നിർദ്ദേശം ഞങ്ങൾ നൽകി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ രാത്രി ഭക്ഷണമെങ്കിൽ ശരീരത്തിന് കൂടുതൽ ജലം, നിലവിലുള്ള കിടന്നുറങ്ങുന്ന ശരീരത്തിലെ ജലം കൂടുതലായി ആവശ്യം വരില്ല. മലമാക്കി കഴിച്ച ഭക്ഷണത്തെ മാറ്റാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ മലബന്ധത്തിലേക്ക് വരും. അതേപോലെ തന്നെ ഉച്ഛ്വാസത്തിലൂടെ പോകുന്ന നമ്മളുടെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. വിയർത്ത് പോകുന്ന, പ്രത്യേകിച്ച് ശാരീരിക ബന്ധത്തിൽ കൂടുതൽ ഏർപ്പെട്ടാണ് രാത്രി കഴിയുന്നതെങ്കിൽ വിയർപ്പിലൂടെ പോകുന്ന വെള്ളമുണ്ട്. അതെല്ലാം കൊണ്ട് നിങ്ങൾ കുടിച്ചു എന്ന് കരുതുന്ന വെള്ളം പോലും പലപ്പോഴും നിങ്ങൾ കുടിക്കുന്നത് ശരിയായ വെള്ളമല്ല. ശരീരത്തിന് കൂടുതൽ വെള്ളം ആവശ്യമുള്ള കോളകളും ചായയും മദ്യവും അങ്ങനെയുള്ള ഭീകര സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കുടിച്ചു എന്ന് കരുതുന്ന വെള്ളം പോലും ഇത്തരത്തിലുള്ള ശാരീരിക പ്രക്രിയകൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രാവിലെയുള്ള സമയത്ത് ശാരീരികമായ പ്രവർത്തനങ്ങളുടെ ഫലമായി രക്തത്തിൻ്റെ കൊഴുപ്പ് കട്ടി കൂടുന്നത്, സാന്ദ്രത കൂടുന്നത്, കരളിൽ നിന്ന് ഈ പ്രത്യേകമായ PAI ഇൻഹിബിറ്റർ പ്രോട്ടീൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ക്ലോട്ട് ചെയ്യുന്നതിനെ അലിയിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കണം. അത് പച്ചവെള്ളമാവണം, അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമാവാം, നാരങ്ങ വെള്ളമാവാം, ഫ്രൂട്ട് ജ്യൂസുകളാകാം, വെജിറ്റബിൾ ജ്യൂസുകളാകാം, പഞ്ചസാര ചേർക്കാതെ. ഇതല്ലാത്ത മറ്റൊരു പാനീയവും നിങ്ങൾ കുടിക്കരുത്. ഇനി അഥവാ പറഞ്ഞാൽ കേൾക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, ഈ പ്രകൃതിക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ, ആകെ ഒരു ജീവിതമുള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ എന്ന തലതിരിഞ്ഞ ആശയത്തിൻ്റെ കാരണം, ആകെ ഒരു ജീവിതമുള്ളെങ്കിൽ വളരെ വളരെ സൂക്ഷിച്ച് ജീവിക്കണം. തകർത്ത് കളഞ്ഞാൽ തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. 10-15 ജീവിതം ഉണ്ടെങ്കിൽ ഒരു ജീവിതം നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതുകൊണ്ട് ആകെ ഒരു ജീവിതമുള്ളൂ. അത് വളരെ ജാഗ്രതയോടെ ശരീരത്തിന് യോജ്യമായ, ശരീരത്തിൻ്റെ പ്രകൃതിക്ക്, സമയങ്ങൾക്ക്, പ്രത്യേകതകൾക്ക് അനുസരിച്ചുള്ള വിവേകപൂർവമായ ഒരു ജീവിതശൈലി നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കണം. 1 ഗ്ലാസ് 2 ഗ്ലാസ് വരെ വെള്ളം പതുക്കെ ഇരുന്ന് സ്വസ്ഥമായി ആസ്വദിച്ച് കുടിക്കണം. ശരീരത്തിൻ്റെ ചൂട്, ബോഡി ടെമ്പറേച്ചർ വെള്ളത്തിലേക്ക് വരുത്തിയാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. നാളെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഭാഗം പറയാം. അതിനു മുമ്പ് നേച്ചർ ലൈഫ് ഇംഗ്ലീഷ് ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്.
അത് നിരവധിയായ ആളുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തുഷാർ ഗാന്ധിയുടെ 40 കൊല്ലമായ പ്രമേഹം വെറും 2 ആഴ്ച നമ്മളോടൊപ്പം താമസിച്ചപ്പോൾ മുക്തമായിരിക്കുന്നു. മരുന്നുകളെല്ലാം നിർത്തി, BP മരുന്നുകൾ കുറച്ചു. ആ അനുഭവമാണ് ഇട്ടിട്ടുള്ളത്. അതുകൂടാതെ ഓരോന്നോരോന്നായി ഈ ദിവസങ്ങളിൽ കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര സുഹൃത്തുക്കൾക്ക് നേച്ചർ ലൈഫ് TV ഒന്ന് പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എഴുതണം. നന്ദി, നമസ്കാരം.